ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എപ്പോഴും ഉള്ള പോലെ തന്നെ വെറൈറ്റി കളക്ഷൻ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റി പരിധാൻ ഗോൾഡിൻ്റെ മെറ്റീരിയലാണ്. അതായത് പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവരാറുണ്ടല്ലോ, അതിനെയൊക്കെ കാട്ടിലും GSM കൂടുതലാണ്. കുറച്ചും കൂടെ ടോപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു പരിധാൻ ഗോൾഡിൻ്റെ മെറ്റീരിയൽ വരുന്നതെല്ലാം ടോപ്പിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാറില്ല, കിട്ടുന്ന സമയത്തൊക്കെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. നമ്മൾ പണ്ട് തൊട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് കേട്ടോ. സാധാരണ നോർമൽ ആയിട്ടുള്ള മെറ്റീരിയലിനെക്കാട്ടും GSM ഇതിന് കൂടുതലാണ് കേട്ടോ വരുന്നത്. പ്യുവർ കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻറ്റുകൾ ഒരു രക്ഷയില്ല. നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിൽ ഞാൻ ഇത് വീഡിയോയിൽ ഏറ്റവും ഫസ്റ്റ് ഏതാണ് കാണിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. അത്രയും നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ കാറ്റലോഗിൽ ജസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഓർഡേഴ്സ് വരാൻ തുടങ്ങുന്നതാണ്. എല്ലാ ഐറ്റംസ് ഓർഡർ വരുന്ന പോലെ തന്നെ. പക്ഷേ പരിധാൻ ഗോൾഡിൻ്റെ മെറ്റീരിയൽ നമ്മൾ പണ്ട് തൊട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോഴും പരിധാൻ ഗോൾഡ് ഇല്ലെന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. ഇതിലെ കളേഴ്സ് നിങ്ങൾ നോക്കുക, എന്നാ നല്ല പ്രിൻറ്റുകളാണ്. അതുപോലെ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വരുന്ന കളേഴ്സിനെക്കാട്ടിലും കൂടുതൽ വെറൈറ്റി കളർ കോമ്പിനേഷൻ ഇതിനകത്ത് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ളത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 290 മീറ്ററാണ് ഈ ഒരു പരിധാൻ ഗോൾഡ് വരുന്നത്, കളക്ഷൻസ് വരുന്നത്. ഇതൊക്കെ സിംഗിൾ ഡിസൈനാണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു മെറ്റീരിയലും കൂടെ വെച്ച് കാണിക്കുന്നത്. ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇങ്ങനെ വരുന്നത് മാത്രം അതിൻ്റെ പെയറിൻ്റെ കൂടെയാണ് കേട്ടോ എടുക്കേണ്ടത്. രണ്ടും ഒന്നിച്ചെടുക്കണം. അതുപോലെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് സിംഗിളായിട്ട് സെലക്ട് ചെയ്യാം. സിംഗിളായിട്ടെന്ന് വെച്ചാൽ മിനിമം 10 പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. 10 പീസിന് മേലോട്ട് എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ചധികം ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ റീറ്റെയിലായിട്ട് എടുക്കേണ്ടവർക്ക് മിനിമം 3 പീസ് മുതലാണ് കൊടുക്കുന്നത്. റീറ്റെയിൽ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടും 10 രൂപ കൂടുതലായിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ്, ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസും എല്ലാം ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ പല ഡീറ്റെയിൽസും വിട്ടുപോകും. അപ്പോൾ ഇതൊരു ചുങ്കിടി ഡിസൈനാണ്, ചുങ്കിടി ടൈപ്പ് ഡിസൈൻ വരുന്നതാണ്. ലാസ്റ്റ് വരെ കണ്ടു നോക്കുക, എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളക്ഷൻസാണ് ഇതിനകത്ത് എല്ലാം ഉള്ളത്, എല്ലാം തന്നെ. അപ്പോൾ നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സ്ഥിരമായിട്ട് നൈറ്റി മെറ്റീരിയലിൻ്റെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കൊണ്ടുവരുന്നത് കൂടാതെ കുറച്ച് കൂടുതൽ കളക്ഷൻസ്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്തത്. കാരണം കാറ്റലോഗിൽ നിന്നുള്ള ഓർഡേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അടുത്തടുത്ത ഓർഡേഴ്സ് വരും. അപ്പോൾ നമ്മൾ അതൊന്ന് എടുത്ത് ക്ലിയർ ചെയ്യാതെ നമുക്ക് വീഡിയോയുടെ കാര്യത്തിന് വേണ്ടി പോകാനും പറ്റത്തില്ല. കുറച്ച് തിരക്ക് അല്ലാതെ തന്നെ നമുക്ക് ഓർഡേഴ്സ് തിരക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ചൊന്ന് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ താമസം വരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കണമല്ലോ. പാക്കിങ്, പുതിയ മെറ്റീരിയൽസ് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, കൊറിയർ അയക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോഴാണ് ഈ പുതിയ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഡിലേ വരുന്നത്. അപ്പോൾ മുമ്പോട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഡിസൈൻസ് നിങ്ങൾ നോക്കി പോവുക, എല്ലാം അടിപൊളി കളക്ഷൻസാണ്. അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ല. നിങ്ങൾ വീഡിയോ കാണുന്ന അതേ കളറാണ്, പ്രിൻ്റൊക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഡിസൈൻസ് അയക്കുന്ന കൂടെ തന്നെ കൊറിയറിലാണോ പോസ്റ്റിലാണോ എന്ന് അഡ്രസ്സും കൂടെ കിട്ടിയ ഓർഡേഴ്സാണ് നമ്മൾ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ അയച്ചെങ്കിലാണ് നമ്മൾക്ക് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഷിപ്പിംഗ് ചാർജും കൂടെ അടക്കം അയക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോൾ കൊറിയർ വഴി അയക്കുമ്പോൾ മിനിമം 11 പീസ് വരെ 100 രൂപ ഷിപ്പിംഗ് ചാർജാണ് വരുന്നത്. 11 പീസ് വരെ. പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 പീസിന് 125 രൂപയാണ് കേരളത്തിൻ്റെ ഉള്ളിൽ റേറ്റ് വരുന്നത്. നേരത്തെ 136 രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടേത് ബിസിനസ് പാഴ്സലായിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിന് മാത്രം 10 പീസിന് 125 രൂപയ്ക്കാണ് കേരളത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. 10 പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ വെയിറ്റ് അനുസരിച്ച് ചാർജ് കൂടും. പിന്നെ അതുപോലെ കേരളത്തിന് പുറത്തേക്ക് 136 രൂപ തന്നെയാണ് 10 പീസിന് ഡെലിവറി ചാർജ്. ഓൾ ഇന്ത്യ, കേരളത്തിൻ്റെ പുറത്തേക്ക് ഇന്ത്യക്കുള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്ന ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് എടുക്കുന്നവർക്ക് 40 പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ 3 രൂപ വീതം ഓരോ പീസിൽ കുറവാണ് വരുന്നത്. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് 200 രൂപ ആ ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നത്. ഇപ്പം നിങ്ങൾ 100 പീസ്, 150 പീസ്, 200 പീസ് വരെയൊക്കെ എടുക്കുമ്പോൾ റേറ്റ് വരുന്നത് അത് ബൾക്കായിട്ടുള്ളവർക്ക് മാത്രമാണ് കേട്ടോ വരുന്നത്. പിന്നെ
ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് വന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ഓർഡർ എടുക്കുന്ന അന്നത്തെ ദിവസത്തേക്ക് വരുന്ന പേയ്മെൻറ്റിന് മാത്രമേ കൺഫേം ചെയ്യുന്നുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വെക്കാറുണ്ടായിരുന്നു, എടുത്തുകൊണ്ടിരുന്നവർക്കറിയാം. അപ്പോൾ കുറേ കസ്റ്റമേഴ്സൊക്കെ റിപ്ലൈ തരാതെയും പേയ്മെൻറ്റ് ഡിലേ ആക്കുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പം മെറ്റീരിയൽ അങ്ങനെ ഹോൾഡ് ചെയ്യാത്തത്. അതായത് നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുമ്പം പേയ്മെൻറ്റ് വരുന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പീസുകൾ നമുക്ക് തിരക്ക് നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല. പെട്ടെന്ന് തന്നെ പീസ് സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്ലൈയും പേയ്മെൻറ്റും ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഡിസൈൻസ് നോക്കുക. എനിക്കിപ്പോൾ ഒരു പ്രിൻറ്റിനെ കുറിച്ചും പറഞ്ഞ് തരാൻ ഇതാണ് അതിനെക്കാട്ടും കൂടുതൽ നല്ലതെന്ന് പറയാനേ പറ്റത്തില്ലാത്ത പോലത്തെ നല്ല ഡിസൈൻസാണ് വന്നേക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് കളക്ഷൻസും കൂടെ പരിധാൻ ഗോൾഡിൻ്റെ കാറ്റലോഗിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. താങ്ക്